ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസിൽ മെട്രിസസ് എന്ന് പറഞ്ഞ പോർഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെട്രിക്സുകളുടെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയുള്ള 3 ഓപ്പറേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ 3 ഓപ്പറേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ചില പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കുറച്ചധികം പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് മെട്രിക്സുകളുടെ അഡീഷനും സബ്സ്ട്രാക്ഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. സോ നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, if a minus b is equal to matrix 3 5 1 2 and a plus b is equal to matrix 1 1 3 2, find a and b. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? 2 ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ ഈസ് a minus b is equal to matrix 3 5 1 2 and second equation is a plus b is equal to matrix 1 1 3 2. സോ ഈ 2 ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂസ് കാണണം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള 2 ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് എയുടെയും ബിയുടെയും വാല്യൂസ് കാണണം. സോ ഇവിടെ എ മൈനസ് ബിയും എ പ്ലസ് ബി ആണ് തന്നിട്ടുള്ളത്. സോ എ മൈനസ് ബിയും എ പ്ലസ് ബിയും തന്നിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള ഏറ്റവും ഈസിയായ മെത്തേഡ് ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് എന്ത് കിട്ടും? എയും ആഡ് ചെയ്യുമ്പോൾ 2a മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസൽ ചെയ്തും പോകും. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത്. സോ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ തന്നിട്ടുള്ള 2 ഇക്വേഷൻസും തമ്മിൽ ആഡ് ചെയ്യാം. സോ ഈ ഇക്വേഷൻസ് എങ്ങനെ ആഡ് ചെയ്യും? ആദ്യം നമ്മൾ ഇങ്ങനെയുള്ള 2 ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ LHSകൾ തമ്മിൽ ആഡ് ചെയ്യും, ശേഷം RHSകൾ തമ്മിലും ആഡ് ചെയ്യും. സോ ഇവിടെ LHSകൾ എന്തൊക്കെയാണ്? എ മൈനസ് ബിയും എ പ്ലസ് ബിയും. സോ എ മൈനസ് ബി പ്ലസ് എ പ്ലസ് ബി സീക്വൽ ടു RHSകൾ എന്തൊക്കെയാണ്? മെട്രിക്സ് 3 5 1 2 പ്ലസ് മെട്രിക്സ് 1 1 3 2. സോ ഈ 2 ഇക്വേഷനും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ മൈനസ് ബി പ്ലസ് എ പ്ലസ് ബി സീക്വൽ ടു മെട്രിക്സ് 3 5 1 2 പ്ലസ് മെട്രിക്സ് 1 1 3 2. സോ LHS നോക്കുക. LHSനകത്ത് എന്തൊക്കെയുണ്ട്? എ മൈനസ് ബി പ്ലസ് എ പ്ലസ് ബി. സോ ഇവിടെ ഒരു മൈനസ് ബിയും പ്ലസ് ബിയും എന്തായിട്ട് പോകും? ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി ഇവിടെ LHSൽ എന്തൊക്കെയുണ്ട്? എ പ്ലസ് എ, ദാറ്റ് ഈസ് 2a സീക്വൽ ടു ഈ 2 മെട്രിക്സുകളും RHSലെ 2 മെട്രിക്സുകളും നമുക്ക് ആഡ് ചെയ്യാം. എങ്ങനെയായിരുന്നു? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യും. സോ എന്തായിട്ട് മാറും? 3 + 1 4, 5 + 1 6, 1 + 3 4, 2 + 2 4. സോ നമുക്ക് എന്ത് കിട്ടി? 2a സീക്വൽ ടു 4 6 4 4. 2a സീക്വൽ ടു 4 6 4 4. സോ 2a കിട്ടിയിട്ടുണ്ടെങ്കിൽ a കാണാൻ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈഡ് ബൈ 2 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറും. സോ നമുക്ക് ബാക്കി നോക്കാം. സോ എ സീക്വൽ ടു 1/2 ഇൻറ്റു 4 6 4 4. സോ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? മെട്രിക്സിനകത്തെ ഓരോ എലമെൻറ്റിനെയും 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ എ സീക്വൽ ടു 4/2 ഈസ് 2, 6/2 3, 4/2 again 2, 4/2 2. സോ എയുടെ വാല്യൂ എന്ത് കിട്ടി? 2 3 2 2. എ ഈസ് മെട്രിക്സ് 2 3 2 2. സോ എയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്തിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്? നമുക്കിനി ബിയുടെ വാല്യൂ ആണ് കാണേണ്ടത്. ഓക്കെ, ബിയുടെ വാല്യൂ കാണാൻ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്. എ മൈനസ് ബി സീക്വൽ ടു 3 5 1 2 ആൻഡ് എ പ്ലസ് ബി സീക്വൽ ടു 1 1 3 2. സോ നമുക്ക് എയുടെ വാല്യൂ കിട്ടി. ഈ കിട്ടിയ എയുടെ വാല്യൂ ഈ 2 ഇക്വേഷനകത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും? ബിയുടെ വാല്യൂ കിട്ടും. സോ നമുക്ക് തൽക്കാലം ഫസ്റ്റ് ഇക്വേഷൻ സെലക്ട് ചെയ്യാം. ദാറ്റ് ഈസ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 3, 5, 1, 2. സോ ഈ ഒരു ഇക്വേഷനകത്തോട്ട് നമുക്ക് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എയുടെ വാല്യൂ കിട്ടിയത് 2, 3, 2, 2. സോ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 3, 5, 1, 2 എന്തായിട്ട് മാറും? എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ഈസ് 2, 3, 2, 2. സോ എക്ക് പകരം നമ്മൾ 2, 3, 2, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ 2, 3, 2, 2 മൈനസ് ബി ഈസ് ഈക്വൽ ടു 3, 5, 1, 2. സോ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ മൈനസ് ബിയെ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം? RHSലോട്ട് കൊണ്ടുപോകാം. അതുപോലെ ഈ 3, 5, 1, 2നെ LHSലോട്ട് കൊണ്ടുപോകാം. സോ മൈനസ് ബി RHSലോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് ബി ആയിട്ട് മാറും. മെട്രിക്സ് 3, 5, 1, 2 LHSലോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് 3, 5, 1, 2 ആയിട്ട് മാറും. സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് പറയാം? 2, 3, 2, 2 മൈനസ് ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു മെട്രിക്സ് RHS ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മൈനസ് 3, 5, 1, 2 ഈക്വൽ ടു ബി. സോ ബിയുടെ വാല്യൂ എന്ത് കിട്ടി? ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. സോ 2 മൈനസ് 3 ഈസ് മൈനസ് 1, 3 മൈനസ് 5 ഈസ് മൈനസ് 2, 2 മൈനസ് 1 ഈസ് 1, 2 മൈനസ് 2 ഈസ് 0. സോ നമുക്ക് ബിയുടെ വാല്യൂ എന്ത് കിട്ടി? മെട്രിക്സ് -1, -2, 1, 0. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് എ മൈനസ് ബിയുടെയും എ പ്ലസ് ബിയുടെയും വാല്യൂസ് ആണ് തന്നിരുന്നത്. ഇത് രണ്ടും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? എയുടെയും ബിയുടെയും വാല്യൂ കണ്ടു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ if 2a minus 3 into matrix 3, 0, 5, 2, 1, 4 is equal to matrix 1, 2, 3, 3 minus 1, 2. സോ നമുക്ക് എന്താണ്? ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2a മൈനസ് 3 ഇൻറ്റു മെട്രിക്സ് 3, 0, 5, 2, 1, 4 is equal to മെട്രിക്സ് 1, 2, 3, 3 മൈനസ് 1, 2. സോ ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എയുടെ വാല്യൂ ആണ് കാണേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണം? സോ ഇവിടെ 2a എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. സോ നമുക്ക് ഇത്രയും സംഗതികൾ സോൾവ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എയുടെ വാല്യൂ കാണാം. സോ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. സോ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2a ഇവിടെ മൈനസ് 3 ഇൻറ്റു മെട്രിക്സ് 3, 0, 5, 2, 1, 4 ആണ്. സോ നമുക്ക് എന്ത് ഈ 3നെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 3 ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ മെട്രിക്സ് എന്തായിട്ട് മാറും? 3 ഇൻറ്റു 3 9, 3 ഇൻറ്റു 0 0, 3 ഇൻറ്റു 5 15, 3 ഇൻറ്റു 2 6, 3 ഇൻറ്റു 1 3, 3 ഇൻറ്റു 4 4. സോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2a മൈനസ് 9, 0, 15, 6, 3, 12 is equal to RHS അതുപോലെ എടുത്തെഴുതുന്നു. 1, 2, 3, 3 മൈനസ് 1, 2. സോ നമുക്ക് 2aനെ LHSൽ നിർത്തിയിട്ട് ഈ ഒരു മെട്രിക്സിനെ നമുക്ക് RHSലോട്ട് കൊണ്ടുപോകാം. സോ 2a is equal to ഈ മെട്രിക്സ് ഇവിടെ മൈനസ് ആണ്. ഇതപ്പോൾ RHSലോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് 9, 0, 15, 6, 3, 12 ആയിട്ട് മാറും. സോ 2a is equal to 1, 2, 3, 3 മൈനസ് 1, 2 പ്ലസ് 9, 0, 15 പ്ലസ് 6, 3, 12. സോ നമ്മൾ എന്താണ് ചെയ്തത്? ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിലെ എക്സ്പ്രഷൻ. ഇതിനകത്ത് 3നെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമുക്ക് ഇതിനെ എങ്ങനെയായിട്ട് മാറി കിട്ടി? 2a മൈനസ് ഈ ഒരു മെട്രിക്സ് ഈക്വൽ ടു RHS ഗിവൺ ആണ്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു?
ഇവിടെ മൈനസ് ഈ ഒരു മെട്രിക്സിനെ നമ്മൾ RHSലോട്ട് കൊണ്ടുപോകുന്നു. സോ ഇത് ഇവിടെ എന്തായിട്ട് മാറും? പ്ലസ് ആ ഒരു മെട്രിക്സ് ആയിട്ട് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? 2A എന്ന് പറഞ്ഞത് രണ്ട് മെട്രിക്സുകളുടെ സമ്മായിട്ട് കിട്ടി. സോ നമുക്ക് 2A കാണാം. ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. സോ 2A is equal to 1 plus 9 10, 2 plus 0 2, 3 plus 15 18, 3 plus 6 9, minus 1 plus 3. Minus 1 plus 3 എന്താണ്? 3 minus 1 that is 2. Minus 1 plus 3 is 2. 2 plus 12 14. സോ നമുക്ക് 2A കിട്ടി. ഇനി A കാണാൻ എന്ത് ചെയ്താൽ മതിയാവും? ഈ മൾട്ടിപ്ലൈഡ് ബൈ 2 ഇക്വാലിറ്റിയുടെ പുറത്തോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 1/2. സോ നമുക്ക് A കാണാം. A is equal to 1/2 into 10 to 18, 9 to 14. സോ ഓരോ എലമെൻറ്റിനെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഇതിൻ്റെ ആൻസർ എന്തായിട്ട് മാറും? 10/2 5, 2/2 1, 18/2 9, 9/2 is 9/2, 2/2 is 1, 14/2 is 7. So answer is A is equal to 5 1 9, 9/2 1 7. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് 2A minus 3 ഇൻറ്റു ഒരു മെട്രിക്സ് ഈക്വൽ ടു അനദർ മെട്രിക്സ്, എന്നിട്ട് എയുടെ വാല്യൂ കാണാനാണ് പറഞ്ഞത്. സോ നമ്മൾ എന്ത് ചെയ്തു? 3നെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ 2A minus എ മെട്രിക്സ് ഈക്വൽ ടു അനദർ മെട്രിക്സ് എന്നൊരു ഫോമിലോട്ട് മാറ്റുന്നു. സോ ഈ ഒരു മെട്രിക്സിനെ ഇക്വാലിറ്റിയുടെ പുറത്തോട്ട് കൊണ്ടുപോകുന്നു. സോ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആയിട്ട് മാറുന്നു. സോ 2A is equal to ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു. സോ A is equal to 1/2 ഇൻറ്റു ദിസ് ആൻസർ. സോ അങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സോ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് A if A പ്ലസ് മെട്രിക്സ് 5 6 7 0 is equal to 2 into matrix 1 0 0 1 plus 5 into matrix 1 1 1 1. സോ നമുക്ക് എന്താണ് കാണേണ്ടത്? എയുടെ വാല്യൂ ആണ് കാണേണ്ടത്. സോ അതിന് വേണ്ടി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? A പ്ലസ് ഒരു മെട്രിക്സ് ഈക്വൽ ടു വേറെ രണ്ട് മെട്രിക്സുകളുടെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനായിട്ട് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം? ഗിവൺ ആയിട്ടുള്ള എന്താണ്? A പ്ലസ് 5 6 7 0 is equal to ഈ 2നെ നമുക്ക് എങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം? ഓരോ എലമെൻറ്റിലോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ 5നെയും ഈ മെട്രിക്സിൻ്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇക്വേഷൻ എന്തായിട്ട് മാറും? A പ്ലസ് 5 6 7 0 is equal to 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? 2 into 1 2, 2 into 0 0, 2 into 0 0, 2 into 1 2 പ്ലസ് 5 ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം 5 ആയിട്ട് മാറും. 5 into 1 5, 5 into 1 5, 5 into 1 5, 5 into 1 5. സോ ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? A പ്ലസ് 5 6 7 0 is equal to 2 0 0 2 പ്ലസ് മെട്രിക്സ് 5 5 5. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? RHSലുള്ള ഈ ഒരു രണ്ട് മൾട്ടിപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യും. സോ 2നെ കൊണ്ട് ഈ ഒരു മെട്രിക്സിനെയും 5നെ കൊണ്ട് ഈ ഒരു മെട്രിക്സിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. വേറെ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. സോ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടി. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും? A പ്ലസ് 5 6 7 0 is equal to 2 plus 5 is 7, 0 plus 5 is 5, 0 plus 5 is 5, 2 plus 5 is 7. So നമുക്ക് കിട്ടി A plus 5 6 7 0 മെട്രിക്സ് 5 6 7 0 is equal to മെട്രിക്സ് 7 5 5 7. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ പ്ലസ് എന്നുള്ള ഈ ഒരു മെട്രിക്സ് RHSലോട്ട് വരും. സോ ഇതെന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. A is equal to, സോ ഈ ഒരു പ്ലസ് മെട്രിക്സ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആയിട്ട് മാറും. സോ A is equal to 7 5
5 7 മൈനസ് 5 6 7 0. സോ ഈ രണ്ട് മെട്രിക്സും സബ്സ്ട്രാക്ട് ചെയ്താൽ എൻ്റെ ആൻസർ കിട്ടും. നോക്കാം. 7 minus 5 is 2. 5 minus 6 is minus 1. 5 minus 7 is minus 2. 7 minus 0 is 7. So A is equal to matrix 2 minus 1 minus 2 7. So question ഒന്നുകൂടി നോക്കാം. നമുക്ക് എന്തായിരുന്നു? Find A if A plus matrix 5 6 7 0 is equal to 2 into matrix 1 0 0 1 plus 5 into matrix 1 1 1 1. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? സോ ആദ്യം ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു, വീണ്ടും ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. സോ A പ്ലസ് 5 6 7 0 is equal to 2 0 0 2 പ്ലസ് 5 5 5 5. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ ഒരു അഡിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. സോ ഈ രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 5 5 7. സോ A പ്ലസ് 5 6 7 0 is equal to 7 5 5 7. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എനെ LHSൽ നിർത്തിയിട്ട് ഈ പ്ലസ് 5 6 7 0നെ RHSലോട്ട് കൊണ്ടുവന്നു. സോ ആൻസർ എന്തായിട്ട് മാറും? A is equal to 7 5 5 7 മൈനസ് 5 6 7 0. So answer is 2 minus 1 minus 2 7. A is equal to matrix 2 minus 1 minus 2 7. Fourth question. If A is equal to 2 3 1 0 minus 1 5 and B is equal to matrix 1 2 minus 1 0 minus 1 3. Find 2A minus 3B. സോ നമുക്ക് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സും ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സും തന്നിട്ടുണ്ട്. എന്നിട്ട് 2A മൈനസ് 3B എന്ന് പറഞ്ഞ മെട്രിക്സ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 2A കാണും, പിന്നെ 3B കാണും, എന്നിട്ട് അത് രണ്ടും തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യും. സോ 2A is equal to 2 into A. A എന്താണ് തന്നിട്ടുള്ളത്? 2 3 1 0 minus 1 5. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 into 2 4, 2 into 3 6, 2 into 1 2, 2 into 0 0, 2 into minus 1 minus 2, 2 into 5 10. സോ നമുക്ക് 2A കിട്ടി. 4 6 2 0 minus 2 10. സോ ഇതുപോലെ നമ്മൾ എന്ത് കാണും? 3B. 3B എന്തായിരിക്കും? 3 into B. B is 1 2 minus 1 0 minus 1 3. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 into 1 3, 3 into 2 6, 3 into minus 1 minus 3, 3 into 0 0, 3 into minus 1 minus 3, 3 into 3 9. സോ നമുക്ക് 3B കിട്ടി. 3 6 minus 3 0 minus 3 9. സോ നമുക്ക് 2Aയും 3Bയും കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2A minus 3B കാണാൻ. സോ 2A minus 3B is equal to 2A ഈ ഒരു മെട്രിക്സ് മൈനസ് ഈ ഒരു മെട്രിക്സ്, ദാറ്റ് ഈസ് 4 6 2 0 minus 2 10 മൈനസ് മെട്രിക്സ് 3 6 minus 3 0 minus 3 9. സോ ഇത് രണ്ടും കൂടി സബ്സ്ട്രാക്ട് ചെയ്താൽ 4 minus 3 is 1, 6 minus 6 0, 2 minus minus 3 എന്താണ്? 2 minus minus 3. സോ എന്തായിട്ട് മാറും? 2 plus 3. 2 plus 3 എന്താണ്? 5. സോ നെക്സ്റ്റ് ഈസ് 0 minus 0. 0 minus 0 is 0. Minus 2 minus minus 3. Minus 2 minus minus 3. സോ എന്തായിട്ട് മാറും? minus 2 plus 3. That is 1. Then next is 10 minus 9. That is also 1. So നമുക്ക് 2A minus 3B എന്ത് കിട്ടി? 1 0 5 0 1 1. സോ ഈ ഒരു സബ്സ്ട്രാക്ഷനിൽ കൺഫ്യൂഷൻ ഉള്ളവർ, അതായത് ഇപ്പോൾ -2 -3 ആണ്. സോ അതൊക്കെ കൺഫ്യൂഷൻ ഉള്ളവർ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. സിമ്പിൾ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ആണ് ഈ ഒരു പ്രോബ്ലത്തിലൊക്കെ ഉള്ളത്. സോ നമുക്ക് എന്താണ്? 2A minus 3B കിട്ടി.
സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എയും ബിയും തന്നിട്ട് 2a മൈനസ് 3b കാണാനായിരുന്നു. സോ നമ്മൾ ആദ്യം 2a കാണും, 3b കാണും, അത് രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2a മൈനസ് 3b കിട്ടും. Fifth question, if a plus 2b is equal to 2 1 0 1 minus 1 2 and 2a plus 3b is equal to matrix 1 2 minus 1 2 0 1, find a and b. സോ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഈസ് a plus 2b is equal to 2 1 0 1 minus 1 2 and 2a plus 3b is equal to matrix 1 2 minus 1 2 0 1. സോ ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കാണണം. സോ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. സോ ഒന്നാമത്തെ ഇക്വേഷനിൽ നമുക്ക് എയുടെ വാല്യൂ കാണാം. സോ എ ഈക്വൽ ടു ഈ പ്ലസ് 2b RHSലോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് 2b. സോ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് ഇക്വേഷൻ ഇംപ്ലൈസ് എ ഈക്വൽ ടു മെട്രിക്സ് 2 1 0 1 മൈനസ് 1 2 മൈനസ് 2b. സോ ഫസ്റ്റ് ഇക്വേഷനിൽ LHSലുള്ള പ്ലസ് 2b RHSലോട്ട് പോകുമ്പോൾ മൈനസ് 2b ആകുന്നു. സോ എ ഈക്വൽ ടു 2 1 0 1 മൈനസ് 1 2 മൈനസ് 2b. ഓക്കെ, സോ അങ്ങനെ നമുക്ക് എക്ക് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. എ ഈക്വൽ ടു 2 1 0 1 മൈനസ് 1 2 മൈനസ് 2b. സോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് 2a കണ്ടു നോക്കാം. 2a കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷനെ RHSനെയും LHSനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ LHS എന്തായിട്ട് മാറും? 2a ഈക്വൽ ടു, സോ RHSൽ രണ്ട് എലമെൻറ്റ്സ് ഉണ്ട്. 2 1 0 1 മൈനസ് 1 2 എന്ന് പറഞ്ഞ മെട്രിക്സും മൈനസ് 2b എന്ന് പറഞ്ഞ എലമെൻറ്റും. സോ ഇതിനെ രണ്ടിനെയും നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ എന്തായിട്ട് മാറും? 2a ഈക്വൽ ടു 2 ഇൻറ്റു മെട്രിക്സ് 2 1 0 1 മൈനസ് 1 2 മൈനസ് 2 ഇൻറ്റു 2b എന്തായിട്ട് മാറും? 2 ഇൻറ്റു 2b ഈസ് 4b. സോ മൈനസ് 4b. സോ നമ്മൾ എന്താണ് ചെയ്തത്? ഈ ഒരു ഇക്വേഷന്, ഇതൊരു മൂന്നാമത്തെ ഇക്വേഷനാണെന്ന് വിചാരിക്കുക, ഈ ഒരു ഇക്വേഷന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇവിടെ 2 വരും, ഇവിടെയും 2 വരും, സോ ഇവിടെയും ഇൻറ്റു 2 വരും. സോ ഇക്വേഷൻ എന്തായിട്ട് മാറും? 2a ഈക്വൽ ടു 2 ഇൻറ്റു മെട്രിക്സ് 2 1 0 1 മൈനസ് 1 2 മൈനസ് 2 ഇൻറ്റു 2 4b. സോ നെക്സ്റ്റ് നമുക്ക് RHSലും LHSലും 3b ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഈ ഒരു ഇക്വേഷൻ എന്തായിട്ട് മാറും? 2a പ്ലസ് 3b ഈക്വൽ ടു, ഈ ഒരു എക്സ്പ്രഷൻ അതുപോലെ എടുത്ത് എഴുതുന്നു, പ്ലസ് 3b. സോ 2a പ്ലസ് 3b ഈക്വൽ ടു 2 ഇൻറ്റു മെട്രിക്സ് 2 1 0 1 മൈനസ് 1 2 മൈനസ് 4b പ്ലസ് 3b. സോ നമുക്കിനി ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യാം. RHSനെ സോൾവ് ചെയ്യുമ്പോൾ മൈനസ് 4b പ്ലസ് 3b എന്തായിട്ട് മാറും? മൈനസ് 4b പ്ലസ് 3b ഈസ് മൈനസ് b. സോ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? സോ ഈ ഇക്വേഷനെ നമുക്ക് മാറ്റി എഴുതാം. 2a പ്ലസ് 3b ഈക്വൽ ടു 2 ഇൻറ്റു മെട്രിക്സ് 2 1 0 1 മൈനസ് 1 2 മൈനസ് b. മൈനസ് 4b പ്ലസ് 3b എന്തായിട്ട് മാറും? മൈനസ് b ആയിട്ട് മാറും. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഈ 2വിനെ ഈ മെട്രിക്സിൻ്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? 2a പ്ലസ് 3b ഈക്വൽ ടു 2ൻ്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ എലമെൻറ്റിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 2 ഇൻറ്റു 2 4 2 ഇൻറ്റു 1 2 2 ഇൻറ്റു 0 0 2 ഇൻറ്റു 1 2 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2
2 ഇൻറ്റു 2 4. സോ ഇക്വേഷൻ എന്തായിട്ട് മാറും? 2a പ്ലസ് 3b is equal to 4 2 0 2 മൈനസ് 2 4 മൈനസ് b. സോ ഇനി നമുക്കറിയാം സെക്കൻഡ് ഇക്വേഷൻ, അതായത് ഇവിടെയുണ്ട് സെക്കൻഡ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? 2a പ്ലസ് 3b is equal to 1 2 മൈനസ് 1 2 0 1. സോ ഇവിടെ നമുക്ക് 2a പ്ലസ് 3b is equal to ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി. സോ നമുക്ക് ഈ 2a പ്ലസ് 3bക്ക് പകരം എന്ത് കൊടുക്കാം? 1 2 മൈനസ് 1 2 0 1 ഈ ഒരു മെട്രിക്സ് കൊടുക്കാം. ഓക്കെ, സോ 2a പ്ലസ് 3bക്ക് പകരം നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഈ ഒരു മെട്രിക്സ് കൊടുക്കാം. സോ ഇതെന്തായിട്ട് മാറും? ഇവിടെ നമുക്ക് പകരമായിട്ട് ഈ ഒരു മെട്രിക്സ് കൊടുക്കാം. 2a പ്ലസ് 3bക്ക് പകരം നമ്മൾ 1 2 മൈനസ് 1 2 0 1 കൊടുക്കുന്നു. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറുന്നു? 1 2 മൈനസ് 1 2 0 1 is equal to 4 2 0 2 മൈനസ് 2 4 മൈനസ് b. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ബിനെ സോൾവ് ചെയ്തെടുക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം? ബിയെ LHSലോട്ട് കൊണ്ടുപോവാം. അതുപോലെ ഈ ഒരു മെട്രിക്സിനെ RHSലോട്ടും കൊണ്ടുവരാം. സോ മൈനസ് ബി LHSലോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് ബി. ആൻഡ് ഈ ഒരു മെട്രിക്സ് RHSലോട്ട് പോകുമ്പോൾ എന്ത് സൈനായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. സോ ബി is equal to 4 2 0 2 മൈനസ് 2 4 മൈനസ് 1 2 മൈനസ് 1 2 0 1. സോ ഈ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 4 മൈനസ് 1 ഈസ് 3 2 മൈനസ് 2 0 0 മൈനസ് മൈനസ് 1 0 മൈനസ് മൈനസ് 1 ഈസ് 1 2 മൈനസ് 2 ഈസ് 0 മൈനസ് 2 മൈനസ് 0 ഈസ് മൈനസ് 2 4 മൈനസ് 1 ഈസ് 3. സോ ബിയുടെ വാല്യൂ എന്ത് കിട്ടി? 3 0 1 0 മൈനസ് 2 3. സോ നമുക്ക് ബി കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ബി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് ഇക്വേഷനകത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഈ ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കാണാം? എയുടെ വാല്യൂ കാണാം. സോ നമുക്ക് നേരത്തെ കിട്ടിയൊരു ഇക്വേഷനായിരുന്നു a is equal to 2 1 1 2 1 0 1 മൈനസ് 1 2 മൈനസ് 2b. ഈ ഒരു ഇക്വേഷൻ എടുത്ത ഇക്വേഷനായിരുന്നു. സോ ഈ ഇക്വേഷനകത്ത് ബിയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എയുടെ വാല്യൂ സോൾവ് ചെയ്തെടുക്കാം. സോ ഈ ഇക്വേഷനിൽ ബി കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറി നോക്കാം. സോ ഈ ഇക്വേഷനകത്തോട്ട് നമുക്ക് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എ is equal to 2 1 0 1 മൈനസ് 1 2 മൈനസ് 2 ഇൻറ്റു ബി ഈസ് 3 0 1 0 മൈനസ് 2 3. സോൾവ് ചെയ്യുമ്പോൾ എ is equal to 2 1 0 1 മൈനസ് 1 2 2നെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 0 2 2 ഇൻറ്റു 0 0 2 into minus 2 is minus 4 2 into 3 is 6. So A is equal to 2 1 0 1 minus 1 2 minus matrix 6 0 2. So ഈ രണ്ട് മെട്രിക്സുകൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 minus 6 is minus 4 1 minus 0 1 0 minus 2 is minus 2 1 minus 0 is 1 minus 1 minus minus 4 minus 1 minus minus 4 is minus 1 plus 4 that is 3 2 minus 6 is minus 4. So എയുടെ വാല്യൂ ആണ് മെട്രിക്സ് മൈനസ് 4 1 മൈനസ് 2 1 3 മൈനസ് 4. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസ് ആയിരുന്നു തന്നിട്ടുള്ളത്. എ പ്ലസ് 2bയും 2a പ്ലസ് 3bയും. സോ ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് എയുടെയും ബിയുടെയും വാല്യൂ കാണാനാണ് പറഞ്ഞത്. സോ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ എ കാണാനുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കുന്നു. സോ ഇത് സോൾവ് ചെയ്ത് നമ്മൾ അതിനകത്ത് 2a പ്ലസ് 3b കൊണ്ടുവരുന്നു. അങ്ങനെ സെക്കൻഡ് ഇക്വേഷൻ ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വീണ്ടും സോൾവ് ചെയ്ത് നമ്മൾ ബിയുടെ വാല്യൂ കാണുന്നു. ആ ബിയുടെ വാല്യൂ ഈ ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എയുടെ വാല്യൂ കാണുന്നു. സോ ഇങ്ങനെയാണ്
ഈ പ്രോബ്ലംസ് ചെയ്യുന്നത്. എല്ലാ പ്രോബ്ലംസും സിമ്പിളാണ്. എല്ലാവരും ഒറ്റയ്ക്കൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, സോ നമുക്ക് ഇത്രയും പ്രോബ്ലംസോടുകൂടി ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മെട്രിക്സിൻ്റെ പുതിയ കുറച്ച് പ്രോപ്പർട്ടീസായിട്ട് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.